മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സ്വന്തം കുടുംബത്തിലെ 18 പേരെ കാണാതായ വേദനയിലും നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തനം തുടരുകയാണ് ആശാവർക്കർ ഷൈജ ബേബി. മോർച്ചറിൽ സൂക്ഷിച്ചുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഉറ്റവരെ സഹായിക്കുന്നത് ഈ ഷൈജയാണ്. 15 കൊല്ലമായി മുണ്ടക്കൈയിൽ ആശാവർക്കറായി പ്രവർത്തിക്കുന്ന ഷൈജ മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ്. മുണ്ടക്കൈയും ചൂരൽമലയും ഷൈജ ബേബിക്ക് വെറും ജന്മനാട് മാത്രമല്ല, ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങും തണലുമായ സ്വന്തം നാടാണ്. അതിനാൽ ചൂരൽമലയിലെ ഏതാണ്ട് മുഴുവൻ മനുഷ്യരെയും ഷൈജയ്ക്ക് വ്യക്തിപരമായി നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ദുരന്തം നടന്ന ആദ്യ മണിക്കൂർ മുതൽ ഇന്ന് ഈ സമയം വരെ ദുരന്തത്തിൽ മരിച്ച ഓരോ മനുഷ്യരെയും തിരിച്ചറിയുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഷൈജ ബീബിയാണ്. അവിടെ എത്തി വരുന്ന ബോഡികളൊക്കെ തന്നെ 90-95% നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചു. അതല്ലെങ്കിൽ കാരണം നമുക്കറിയാം ബന്ധുക്കളെ മാനസികാവസ്ഥ സമയത്ത് എങ്ങനെയായിരിക്കും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് തന്നെ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ആ ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമല്ലോ. മാത്രമല്ല, എനിക്കൊരിക്കലും മുണ്ടക്കൈക്കാരുടെ അടുത്തുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് എൻ്റെ മരണം വരെ എനിക്ക് മാറ്റി വെക്കാൻ പറ്റിയൊരു സംഭവമല്ല അവരുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 2 തവണ മലയിടിച്ചിലുകളിൽ നിന്ന് രക്ഷപ്പെട്ട ഷൈജ 2019 ഉരുൾപൊട്ടലിനെ തുടർന്ന് മേപ്പാടിയിലേക്ക് താമസം മാറി. എങ്കിലും നാടും നാട്ടുകാരെയും മറന്ന് ഷൈജയ്ക്ക് ഒരു ജീവിതമുണ്ടായിരുന്നില്ല. സ്വന്തം മകനെ തിരിച്ചറിയാൻ പറ്റാതെ പോയ ഉപ്പയ്ക്കും ബന്ധുക്കളെ തിരിച്ചറിയാതെ പോയ നിരവധി പേർക്കും അടയാളങ്ങൾ പറഞ്ഞു നൽകി വിവരങ്ങൾ കൈമാറിയ മണിക്കൂറുകൾ വേദനയോടെയാണ് ഷൈജ ഓർത്തെടുക്കുന്നത്. ഇവിടുന്ന് ഓരോരുത്തരും പറയും, ഷൈജ ഇവിടുന്ന് മാറരുത്, ഷൈജ പോകരുത്, നീയാണ് ഞങ്ങളെ സമാധാനം എന്ന് വിളിച്ച് പറയുന്ന കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ അവരെ വാക്കുകൾ എനിക്കൊരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എത്ര ദിവസം ബോഡി വരുന്നോ അത്രയും ദിവസം ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു അടയാളം കണ്ടെത്തിയിട്ട് ആ ആളുകളെയൊക്കെ തന്നെ കുടുംബത്തിനെ ഏൽപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കുന്നത്. ആശാ വർക്കർ എന്ന നിലയിൽ നാടിന്റെ മുക്കിലും മൂലയിലും എത്തുന്നവളാണ് ഷൈജ. നാട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത് കൂടെ നിൽക്കുന്നവൾ. പരിചയക്കാരായ മുഴുവൻ മനുഷ്യരും ഒന്നിനു പുറകെ ഒന്നായി ചിതറിപ്പോയ ശരീരഭാഗങ്ങളായി മുന്നിലെത്തുമ്പോഴും പതറാതെ നിൽക്കാൻ ഷൈജയ്ക്ക് ലഭിച്ച ധൈര്യം ജീവിതാനുഭവങ്ങളാണ്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്. ഷൈജയെ പോലെയുള്ള ആളുകൾ എല്ലാം തകർന്നുപോയ നമ്മുടെ പാവം ജനതയ്ക്ക് ജീവിക്കാനുള്ള പ്രകാശം നൽകുന്നവരാണ്. ഇവരുടെ കരുത്താണ് ഒരുപക്ഷെ മറ്റുള്ളവരുടെ ആത്മവിശ്വാസമായി മാറുന്നത്.